എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സ്വയംഭോഗത്തെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത്. സ്വയംഭോഗം എന്നത് സ്വന്തം ലൈംഗിക അവയവങ്ങളെ സ്പർശിച്ചും തടവിയും എല്ലാം ലൈംഗിക സംതൃപ്തിയും രതിമൂർച്ചയും നേടുന്നതിനെയാണ് സ്വയംഭോഗം എന്ന് പറയാറുള്ളത്. അതെ, പുരുഷന്മാർ ലിംഗത്തിലൂടെയും സ്ത്രീകൾ യോനിയിലൂടെയും ഇത്തരത്തിൽ സുഖം കണ്ടെത്തുന്നു. ചിലർ സെക്സ് ടോയ്സ് എന്ന് വിളിക്കപ്പെടുന്ന ഉപകരണങ്ങളും സ്വയംഭോഗം ചെയ്യാനായി ഉപയോഗിക്കാറുണ്ട്. ആരെല്ലാമാണ് ഇനി സ്വയംഭോഗത്തിൽ ഏർപ്പെടുന്നത് എന്ന് നോക്കാം. മിക്കവാറും എല്ലാവരും, വിവാഹിതർ പോലും സ്വയംഭോഗത്തിൽ ഏർപ്പെടുന്നുണ്ട്. ഒരു ദേശീയ സർവേയുടെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ 95% പുരുഷന്മാരും 89% സ്ത്രീകളും സ്വയംഭോഗം ചെയ്യുന്നുണ്ട്. സ്വയംഭോഗമാണ് ഭൂരിപക്ഷം സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ആദ്യത്തെ ലൈംഗിക അനുഭവം. കൗമാരക്കാർ മിക്കവരും പതിവായി സ്വയംഭോഗം നടത്തുന്നവരാണ്. ചിലർ മുതിർന്നു കഴിഞ്ഞാലും വല്ലപ്പോഴും ഇതിലേർപ്പെടുന്നു. മറ്റു ചിലരാകട്ടെ ജീവിതത്തിൽ ഉടനീളം സ്വയംഭോഗത്തിലൂടെ സുഖം കണ്ടെത്തുന്നു. ഇനി എന്തിനാണ് ആളുകൾ സ്വയംഭോഗം ചെയ്യുന്നത് എന്നതുകൂടി നോക്കാം. സുഖം അനുഭവിക്കുക തന്നെ, അതുപോലെ എന്നതിനപ്പുറം ടെൻഷൻ കുറയ്ക്കാനും. ഒറ്റയ്ക്ക് ജീവിക്കുന്നവർക്കും പങ്കാളിയുമായി ഒരുമിച്ച് താമസിക്കാൻ കഴിയാത്തവർക്കും ഇതൊരു ആശ്വാസമാണ് സ്വയംഭോഗം. ചിലർ ഗർഭത്തെ അകറ്റി നിർത്താനും ലൈംഗിക രോഗങ്ങൾ പിടിപെടാതിരിക്കാനും സെക്സിന് പകരം സ്വയംഭോഗത്തെ ആശ്രയിക്കാറുണ്ട്. സെക്സിലൂടെ രതിമൂർച്ചയിലെത്താൻ കഴിയാത്തവർക്ക് ഡോക്ടർമാർ നൽകുന്ന ഉപദേശം സ്വയംഭോഗത്തിലൂടെ രതിമൂർച്ചയിലെത്തി പതിയെ സെക്സിലേക്ക് കടക്കാനാണ്. പുരുഷന്മാരിൽ വന്ധ്യതയുടെ സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കാനും ഉദ്ധാരണക്കുറവടക്കമുള്ള പ്രശ്നങ്ങൾക്കും സ്വയംഭോഗത്തിലൂടെ പുറത്തു വരുന്ന ശുക്ലമാണ് പരിശോധനയ്ക്ക് എടുക്കുന്നത്. സ്വയംഭോഗം ഇനി സാധാരണമാണോ എന്നതുകൂടി പരിശോധിക്കാം. അതെ, മുമ്പ് കാലങ്ങളിൽ സ്വയംഭോഗത്തെ ഒരു മാനസിക പ്രശ്നമായാണ് പലരും കണ്ടിരുന്നത്. എന്നാൽ ഇന്ന് സ്വയംഭോഗം ഒരു സാധാരണമായ പ്രക്രിയയാണ് ഇന്നത്തെ ലോകം കാണുന്നത്. പങ്കാളിയിൽ നിന്നും സെക്സിന് വൈമുഖ്യം കാണിച്ചുകൊണ്ട് സ്വയംഭോഗത്തിൽ ഏർപ്പെടുക, പൊതു ഇടങ്ങളിൽ വെച്ച് സ്വയംഭോഗം ചെയ്യുക, അല്ലെങ്കിൽ ദിവസവും പലതവണ സ്വയംഭോഗത്തിലൂടെ സുഖം കണ്ടെത്തുക തുടങ്ങിയവ മാനസിക പ്രശ്നങ്ങളായി കണക്കാക്കപ്പെടും. ഇനി സ്വയംഭോഗം ശാരീരിക പ്രശ്നങ്ങൾക്ക് കാരണമാകുമോ എന്നതുകൂടി നോക്കാം. സ്വയംഭോഗത്തെ നോർമലായ ഒരു പ്രവൃത്തിയായാണ് വൈദ്യശാസ്ത്രം കാണുന്നത്. ജീവിതത്തിലുടനീളം അമിതമായ രീതിയിലല്ലാതെ സ്വയംഭോഗത്തിൽ ഏർപ്പെടാമെന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം. എന്നാൽ ചില മതങ്ങൾ സ്വയംഭോഗത്തെ പാപമായി കാണുന്നവരാണ്. ഇത് സ്വയംഭോഗത്തിൽ ഏർപ്പെടുന്നവരിൽ കുറ്റബോധം ഉളവാക്കാനും തന്റെ പ്രവൃത്തിയിൽ ലജ്ജ തോന്നിക്കുവാനും സാധ്യതയുണ്ട്. വിദഗ്ധരുടെ അഭിപ്രായ പ്രകാരം സ്വയംഭോഗം ചെയ്യുന്നത് സ്വന്തം ശരീരത്തെ കൂടുതൽ അടുത്തറിയാനും അതുവഴി ലൈംഗിക ജീവിതം കൂടുതൽ ആസ്വാദകരമാക്കാനും സഹായിക്കും. ചില പങ്കാളികൾ പരസ്പരം സെക്സിന് പകരം ലൈംഗിക അവയവങ്ങളെ ഉത്തേജിപ്പിച്ച് ലൈംഗിക പരീക്ഷണങ്ങൾ നടത്താറുണ്ട്. എന്നാൽ അമിതമായ സ്വയംഭോഗം ചിലരിൽ സെക്സിനോടുള്ള താല്പര്യം കുറയാൻ കാരണമാകുന്നു, ഇണയോടുള്ള ആകർഷണത്തെയും കുറയ്ക്കുന്നു. അതിനാൽ സ്വയംഭോഗം ചെയ്യാമെങ്കിലും അമിതമാകാതെ സൂക്ഷിക്കാനും ലൈംഗിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്.